നമുക്കിപ്പോൾ അറിയാം, കേരളത്തിലുടനീളം ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ക്രൂര മർദ്ദനങ്ങൾക്കിരയായി ആൾക്കാർ മരിച്ചു വീഴുന്നു. ഇവിടെ നിസ്സംഗതയെ നോക്കി നിൽക്കുന്ന ഒരു സർക്കാർ പിതാവിന് ഇതിന് പരിഹാര മാർഗങ്ങളായിട്ട് നിർദ്ദേശിക്കുവാൻ എന്താണ് പറയുവാനുള്ളതെന്ന് കേൾക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സർക്കാരിൻ്റെ ഈ നിസ്സംഗത വെടിയണം. ഒരു സമഗ്രമായ നിയമം ഉണ്ടാകണം. അത് കർഷകരെ, പ്രത്യേകിച്ച് നാടിൻ്റെ നട്ടെല്ലായ കർഷകരെ സംരക്ഷിക്കുന്നതായിരിക്കണം. അവരുടെ ജീവനും സ്വത്തും ഭവനവുമെല്ലാം സംരക്ഷിക്കുന്ന വിധത്തിലായിരിക്കണം ഈ സമഗ്രമായ നിയമ നിർമ്മാണം. അതെത്രയും വേഗം അടിയന്തരമായി നിർമ്മിക്കുകയും അതിൻ്റെ പ്രാവർത്തിക പദത്തിലേക്ക് കൃത്യമായ ക്രിയാത്മകമായ കർമ്മപദ്ധതികളും ഉണ്ടാകണം. കാരണം ഇങ്ങനെ ഓരോ ആഴ്ചയും 2-3 കർഷക ജീവിതങ്ങൾ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ, ബലിക്കല്ലിൽ ഇല്ലാതാകുമ്പോൾ ഈ നാടിൻ്റെ ഭാവി എന്താണ്? എവിടെയാണ് സുരക്ഷിതത്വം? ഓരോ കുടുംബങ്ങളും ഇങ്ങനെ വലിയ കണ്ണീർ കയത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഇവിടുത്തെ സർക്കാരിന് നോക്കി നിൽക്കാൻ സാധിക്കുന്നതെങ്ങനെ? അവർ മനസ്സാക്ഷി മരവിച്ചു പോയോ? അതുകൊണ്ട് എത്രയും വേഗം കൃത്യമായ സമയബന്ധിതമായ നിയമനിർമ്മാണം മാത്രമല്ല അത് കൊണ്ടുവരണം. ആ നിയമനിർമ്മാണം നടത്തുന്നതുവരെ ഈ വനാന്തരത്തിലുള്ള ജനങ്ങളെ, അവിടുത്തെ കർഷകരെ സംരക്ഷിക്കുവാനുള്ള സത്വര നടപടികളും സർക്കാർ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു പിതാവേ. ഈ തിരക്കേറിയ പിതാവിൻ്റെ ജീവിതത്തിനിടയിലും ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ഈ കർഷകരോട് ചേർന്ന് നിന്ന് സംസാരിച്ചതിന് അഭിവന്യ പിതാവേ ഹൃദയം നിറഞ്ഞ നന്ദി. ഗുഡ്നസ് ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അങ്ങനെ മനുഷ്യൻ്റെ സ്പന്ദനങ്ങൾ പുറം ലോകം അറിയിക്കുവാൻ വേണ്ടി, മറ്റുള്ളവർ പ്രത്യേകിച്ച് സർക്കാർ ബന്ധപ്പെട്ടവർക്ക് അറിയിക്കുവാൻ വേണ്ടി ഗുഡ്നസ് ടിവി എടുക്കുന്ന നല്ല പ്രവർത്തനങ്ങളെയും അഭിനന്ദിക്കുകയാണ്.